Hello dear students, welcome back to Comics tutorial. In this 110 Consolidated Financial Statement ആറാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീ അക്വിസിഷൻ ലോസ് ആൻഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി. ഒരു സബ്സിഡറി കമ്പനിക്ക് പ്രീ അക്വിസിഷൻ ലോസോ അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി. ഒരു പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന പ്രോഫിറ്റിനെയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സബ്സിഡറി കമ്പനി അക്വിസിഷന് ശേഷം പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി കമ്പനി. എന്താണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്? ഒരു പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനി അക്വയർ ചെയ്തതിന് ശേഷം സബ്സിഡറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പ്രീ അക്വിസിഷൻ ലോസും എന്താണെന്ന് പറഞ്ഞു അല്ലേ. അക്വിസിഷൻ ഡേറ്റിന് മുന്നേ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അക്വിസിഷൻ ഡേറ്റിന് ശേഷം സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്തതിന് ശേഷം ആ സബ്സിഡറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2019 ടു 31st March 2020 ആണ്. അപ്പോൾ 1st April 2019 ടു 31st March 2020 വരെയുള്ള കാലയളവിൽ സബ്സിഡറി കമ്പനി ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്വിസിഷൻ ഡേറ്റിൻ്റെ ബേസിസിലാണ്. അക്വിസിഷൻ ഡേറ്റിൻ്റെ മുന്നേ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും അക്വിസിഷൻ ഡേറ്റിന് ശേഷം സബ്സിഡറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ എന്ത് പറയുന്നു? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളത് കൺസിഡർ ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒന്ന് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ കേസിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പാരന്റ് കമ്പനിയുടെ റീറ്റേൺ ഏർണിങ്സിൻ്റെ കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല, എടുക്കില്ല. എന്നാൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ കേസിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പാരന്റ് കമ്പനിയുടെ റീറ്റേൺ ഏർണിങ്സിൻ്റെ കൂടെ പാരന്റ് കമ്പനിക്ക് എത്രയാണോ കൺട്രോൾ ഉള്ളത് അതിൻ്റെ ആ കറസ്പോണ്ടിങ് പെർസെൻറ്റേജിൻ്റെ ആ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യും, റീറ്റേൺ ഏർണിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാരന്റ് കമ്പനി ഫോർ എക്സാമ്പിൾ പി ലിമിറ്റഡ് 70% ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NC എന്താകും, 30% ആകും. ഓക്കെ, അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ളത് 10,000 ആണ്. 10,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പാരന്റ് കമ്പനിക്ക് 7,000 എന്ന് വെച്ചാൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ 70% ആർക്കുള്ളതാണ്, പാരന്റ് കമ്പനിക്കുള്ളതാണ്. NCIക്ക് എത്രയാകും, NCIക്കുള്ളത് 3,000, ദാറ്റ് ഈസ് 30% ഓഫ് 10,000. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി പാരന്റ് കമ്പനിയുടെ റീറ്റേൺ ഏർണിങ്സ് ഉണ്ടാകും. ഓക്കെ, പാരന്റ് കമ്പനിയുടെ റീറ്റേൺ ഏർണിങ്സിൻ്റെ കൂടെ ഈ 7,000 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 7,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡറി കമ്പനിയിൽ പാരന്റ് കമ്പനിക്ക് എത്രയാണോ പോർഷൻ ഉള്ളത്, എത്രയാണോ കൺട്രോൾ ഉള്ളത്, അതിനനുസരിച്ചിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് റീറ്റേൺ ഏർണിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ പാരന്റ് കമ്പനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ ഷെയർ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന് പാരന്റ് കമ്പനിക്ക് എന്തുണ്ട്, ഒരു പോർഷൻ അവകാശമുണ്ട്. ഓക്കെ, ദ ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ ദി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി ഈസ് ആഡഡ് ടു റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് ദി പാരന്റ് കമ്പനി. പാരന്റ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ, അഥവാ റിട്ടേൺ ഏർണിങ്സ് എന്നാണ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത്. റിട്ടേൺ ഏർണിങ്സ് ഒക്കെ റിസർവ്സ് ആൻഡ് സർപ്ലസിനായിട്ടുള്ള വരാം. ഓക്കെ, അപ്പോൾ പാരന്റ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, ആ പർട്ടിക്കുലർ എമൗണ്ട്, ദാറ്റ് ഈസ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ ദി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദി സബ്സിഡറി കമ്പനി.
സബ്സിഡിയറി കമ്പനിയിലെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ പാരൻറ്റ് കമ്പനിക്ക് എത്രയാണോ ഷെയർ ഉള്ളത് ആ ഷെയറിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നേരത്തെ എക്സാമ്പിൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വരുന്നുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ കൂട്ടിയിട്ടുള്ള എമൗണ്ട് അഥവാ റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ഷെയർ ഓഫ് പാരൻറ്റ് കമ്പനി ഇൻ ദി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള എമൗണ്ട് അതെവിടെ കാണിക്കും? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ റീറ്റേൺഡ് ഏർണിങ്സിന് അണ്ടറോ അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിന് അണ്ടറോ എന്ത് ചെയ്യും, കാണിക്കും. അപ്പോൾ ലോസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്, 10,000 ആണ്. അതിൽ പാരൻറ്റ് കമ്പനിക്ക് 70% എന്ന് വെച്ചാൽ 7,000, ബാക്കി 30% ആർക്കുള്ളതാണ്, NCIക്കുള്ളതാണ്. അപ്പോൾ NCIൻ്റെ പോർഷന് അത് NCIൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യും. ദ ഷെയർ ഓഫ് നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ആഡഡ് ടു NCI. ഓക്കെ, അപ്പോൾ ലോസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലാകും. ഓക്കെ, എക്സാമ്പിൾ P Limited ഹാസ് ഓൺ 70% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് S Limited. P Limited S Limitedൻ്റെ 70% ഷെയർ ക്യാപിറ്റൽ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 30% ആരാകും, NCI ആകും. അപ്പോൾ ഇത് അക്വസിഷൻ ഡേറ്റ് എന്നുള്ളത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ആ 2 വർഷം മുന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ് എന്നുള്ളത് P Limitedൽ 1,12,000ഉം S Limitedൽ 60,000 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ഫേമിൻ്റെയും 2 കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, P Limitedൻ്റെയും S Limitedൻ്റെയും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 lakh, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,80,000, കറന്റ് ലാബിലിറ്റി 60,000 ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ S Limited 2 lakh, ഇൻടാഞ്ചിബിൾ അസറ്റ് 4,40,000. അതുപോലെ തന്നെ S Limitedൻ്റെയും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,60,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 90,000, കറന്റ് ലാബിലിറ്റി 30,000. ഓക്കെ, ആൻഡ് ടാഞ്ചിബിൾ അസറ്റ് 2,80,000. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും അതേപോലെ തന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. അക്വിസിഷൻ ഡേറ്റ് എന്നുള്ളത് 2 years ago ആണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ആ ഇയർ എൻഡിൽ തന്നിട്ടുള്ളത് P Limitedൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്നുള്ളത് 90,000 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അക്വിസിഷൻ ഡേറ്റിൽ എത്ര ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് 60,000 ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അക്വിസിഷൻ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60,000 എന്നുള്ളത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് അല്ലേ. അക്വിസിഷൻ ഡേറ്റ് വരെ എന്ന് വെച്ചാൽ അക്വിസിഷൻ ഡേറ്റ് വരെ 60,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പിന്നെ നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ആ ബാലൻസ് ഷീറ്റിൻ്റെ എൻഡിൽ എത്ര തന്നിട്ടുണ്ട്, എമൗണ്ട് 90,000 തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. എന്ന് വെച്ചാൽ ഇയർ എൻഡിൽ 90,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്വിസിഷൻ ഡേറ്റിൽ 60,000 ഉണ്ടായിരുന്നു, അതിപ്പോൾ എത്രയായി, 90,000 ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അക്വിസിഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ P Limited S Limitedനെ അക്വയർ ചെയ്തതിന് ശേഷം എത്ര പ്രോഫിറ്റാണ് ഏൺ ചെയ്തിട്ടുള്ളൂ, 30,000 പ്രോഫിറ്റാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പോസ്റ്റ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, 90,000 മൈനസ് 60,000, പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 90,000 മൈനസ് പ്രോഫിറ്റ് അറ്റ് അക്വിസിഷൻ ഓർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 30,000 കിട്ടും. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് NCI ആണ്. NCI എന്നുള്ളത് 30% ആണ് അല്ലേ. അപ്പോൾ 70% P Limited അക്വയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NCI എത്രയാകും, 30% ആകും. ഇവിടെ നോക്കാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,60,000 ആണ്. അപ്പോൾ 1,60,000ൻ്റെ 70% ഷെയർ ക്യാപിറ്റലും ആര് അക്വയർ ചെയ്തിട്ടുണ്ട്, P Limited അക്വയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30% NCIക്കുള്ളതാണ്. ഓക്കെ, ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസിൽ അതിൻ്റെയും ആ പോർഷന് NCIൻ്റെ പോർഷൻ എന്ത് ചെയ്യണം, NCIക്ക് കൊടുക്കണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയാലും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആയാലും NCIക്കുള്ളത് NCIക്ക് കൊടുത്തേ പറ്റൂ.
ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. എൻ സി ഐക്ക് ഉള്ളത് എൻ സി ഐക്ക് കൊടുക്കണം, അത് പ്രീ ആയാലും പോസ്റ്റ് ആയാലും. അപ്പോൾ ഇനി എൻ സി ഐ കാൽക്കുലേറ്റ് ചെയ്യാം. എൻ സി ഐ ഷെയർ ക്യാപിറ്റൽ നമുക്ക് എത്ര തന്നിട്ടുള്ളത് 1,60,000 ആണ്. 1,60,000ൻ്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രീ അക്വസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60,000 ആണ്. അതിൻ്റെ 30% അത് ആർക്കുള്ളതാണ്? എൻ സി ഐക്കുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18,000. ദെൻ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് എന്നുള്ളത് 30,000 ആണ്. അതിൻ്റെ 30% എന്നുള്ളത് എത്ര വരും? 9,000 വരും. അങ്ങനെ ടോട്ടൽ എൻ സി ഐ എന്നുള്ളത് 75,000. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ സി ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റലിൻ്റെ എൻ സി ഐൻ്റെ പോർഷൻ എത്രയാണോ അത് പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൻ്റെ എൻ സി ഐൻ്റെ പോർഷന്, ദെൻ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റിൻ്റെ എൻ സി ഐൻ്റെ പോർഷൻ. ഓക്കെ, ഇതൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ സി ഐ കിട്ടും. അപ്പോൾ എൻ സി ഐ കിട്ടിയ എത്രയാണ്? 75,000. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏതാണ്? ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിനിങ് പർച്ചേസ്. അപ്പോൾ ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിനിങ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. പർച്ചേസ് കൺസിഡറേഷൻ എവിടെ നിന്നാണ് കിട്ടുക? ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പർച്ചേസ് കൺസിഡറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,60,000ൻ്റെ 70% അല്ലേ? അപ്പോൾ കൺട്രോൾ 70% കൺട്രോൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? എസ് ലിമിറ്റുകളിൽ 2 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ പെയ്ഡ് 2 lakh ആണ്. എല്ലാവർക്കും ഡൗട്ടില്ല. അപ്പം അതിന് ലെസ് ചെയ്യണം എന്ത്? ഷെയർ ക്യാപിറ്റൽ മൊത്തം എത്രയാണുള്ളത്? 1,60,000 ആണ്. അതിൽ 30% എൻ സി ഐക്ക് ആവും. അപ്പോൾ ബാക്കി 70% ആർക്കുള്ളതാണ്? പാരൻറ്റ് കമ്പനിയാണ്. അപ്പോൾ പാരൻറ്റ് കമ്പനിയുടെ 70% ഇത് ലെസ് ചെയ്യുക, 1,12,000. ഓക്കെ, 1,60,000 into 70%, that is 1,12,000. ദെൻ പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൻ്റെ എത്രയാണ്? പാരൻ്റെ പോർഷൻ, ദാറ്റ് ഈസ് 70%, അതും ലെസ് ചെയ്യുക. അപ്പോൾ 60,000 into 70%, ദാറ്റ് ഈസ് 42,000. ഓക്കെ, അപ്പോൾ ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 46,000. ഇതാണ് ഗുഡ് വിൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റൽ നമ്മൾ സാധാരണ ലെസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ പ്രീ അക്വസിഷൻ ആണ്. അപ്പോൾ ഒരു കമ്പനിയിൽ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുക. പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗുഡ് വില്ലിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗുഡ് വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ്, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഷെയറും അതേപോലെ എന്ന് വെച്ചാൽ ഇതാണ് പ്രീ അക്വസിഷൻ ടൈമിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 60,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ 2 lakh പേ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,60,000ൻ്റെ 70%, അതേപോലെ അക്വസിഷൻ സമയത്തുള്ള പ്രോഫിറ്റിൻ്റെ 70%, അതിനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് 2 lakh കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മൊത്തം എത്ര കിട്ടി? 2 lakhൽ നിന്ന് 1,12,000 42,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 46,000 നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ സൊല്യൂഷന് എന്താണ്? ഷെയർ ക്യാപിറ്റൽ ആദ്യം മാത്രമേ എടുക്കുള്ളൂ? ഈ പാരൻറ്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മാത്രമേ എടുക്കുള്ളൂ. ഇത് സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ 4 lakh എന്ത് കിട്ടി? ഷെയർ ക്യാപിറ്റൽ കിട്ടി. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്തെടുക്കണം? പാരൻറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് 1,80,000 അതെടുത്തു. പ്ലസ് സബ്സിഡിയറി കമ്പനിയുടെ പോസ്റ്റ് അക്വസിഷൻ്റെ പാരൻറ്റ് കമ്പനിയുടെ പോർഷൻ എത്രയാണോ അതാണ് ആർക്കുണ്ടാവുള്ളൂ? അതാണ് ഈ പാരൻറ്റ് കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടെ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,80,000 ആണ് പാരൻറ്റ് കമ്പനിയുടേത്. ഓക്കെ, ദെൻ സബ്സിഡിയറി കമ്പനിയുടെ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 90,000 ആണ്. അപ്പോൾ അതിൽ 60,000 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ബാക്കി 30,000 ആണ് എന്തുള്ളൂ, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ളൂ. ഈ 30,000 തന്നെ 30% ആർക്കുള്ളതാണ്, NCA ഉള്ളതാണ്. ഓക്കെ, ബാക്കി 70% ആർക്കുള്ളൂ, പാരന്റ് കമ്പനിക്കുള്ളൂ. അപ്പോൾ 30,000ന്റെ 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,000. അപ്പോൾ 1,80,000 പ്ലസ് 21,000 ഈസ് ഈക്വൽ ടു 2,01,000. ക്ലിയർ? ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ്റെ പാരൻറ്റിൻ്റെ പോർഷൻ, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ പാരൻറ്റിൻ്റെ പോർഷൻ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം, പാരൻറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ റിസോഴ്സോ സർപ്ലസോ അല്ലെങ്കിൽ റിട്ടേൺ ഏർണിങ്സോ എന്തായിക്കോട്ടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് അതിൽ പാരൻറ്റിൻ്റെ പോർഷൻ എത്രയാണോ അത് പാരൻറ്റ് കമ്പനിയുടെ റീറ്റേൺ ഏർണിങ്സോ അല്ലെങ്കിൽ റിസോഴ്സ് സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. പാരൻറ്റ് കമ്പനിക്ക് എത്ര ഉണ്ടായിരുന്നു, 1,80,000 ഉണ്ടായിരുന്നു. ദെൻ ഏതും കൂടി ആഡ് ചെയ്തു, സബ്സിഡിയറി കമ്പനിയിൽ പാരൻറ്റ് പോർഷൻ ഉണ്ടായിരുന്നു. എത്രയാണ് പാരൻറ്റ് പോർഷൻ? 70%. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30,000 ആണ്. അതിൽ പാരൻറ്റ് പോർഷന് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ക്ലിയർ? ഇനി NCA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എത്രയാണ്, 75,000 ആണ്. കറണ്ട് ലാബിലിറ്റി രണ്ടും കൂടി ആഡ് ചെയ്തതാണ്. കറണ്ട് ലാബിലിറ്റി 30,000 പ്ലസ് 60,000 ഈക്വൽ ടു 90,000. ദെൻ ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 46,000. ആൻഡ് ടാൻജിബിൾ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പോൾ 7,20,000 കിട്ടി. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എത്ര കിട്ടി, 7,60,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്.